ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പശ്ചിമ ബംഗാളിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കുക എന്നുള്ളത് അവരെ ലക്ഷ്യമായിരുന്നതും ബംഗ്ലാദേശികളായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് റേഷൻ കാർഡ് നൽകുകയും അവർക്ക് സർക്കാരിൻ്റെ വകയായിട്ട് വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്ത പരിപാടി രാജ്യവിരുദ്ധ കുറ്റം ആണ് മമത ചെയ്തിട്ടുള്ളത്. ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തന രംഗത്തിറങ്ങി. മറ്റേത് അവർക്ക് വോട്ട് വയ്ക്കാൻ തെരുവിലിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. മമതയെ തോപ്പിക്കുക എന്നുള്ള മമതയാണ് ശത്രു, ബി.ജെ.പിയോട് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ്. രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, വെസ്റ്റ് ബംഗാൾ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ മമതാ ബാനർജി ദീദി പറഞ്ഞിരിക്കുന്നത് 50 സീറ്റിന് മുകളിൽ ബി.ജെ.പി ഒരു സീറ്റ് കൂടി നേടത്തില്ല, 230-ലധികം സീറ്റ് നേടി മമതാ ബാനർജി അല്ലെങ്കിൽ TMC തന്നെ അധികാരത്തിൽ വരും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ? അത്യാവശ്യം മുഴുത്ത വട്ടുള്ള ഞാൻ ഒരു പകുതി വട്ടിലെത്തി നിൽക്കുന്ന മമതാ ബാനർജിയെ വിമർശിക്കുന്നതിനകത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മമതാ ബാനർജിക്ക് ഈ ചന്നി എന്ന് നമ്മൾ പറയും, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ചെന്നിക്കൂത്താണോ? ചന്നി മൂത്തതാണ് സംഭവം. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ കാണിക്കുന്ന കോപ്രായങ്ങളെയും കണ്ടു. മൈക്കും പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞാൽ അതിലേ ഓടുന്നു ഇതിലേ ഓടുന്നു, സ്റ്റേജിൻ്റെ പുറത്തോട്ടൊക്കെ ഓടുക, ആക്റ്റീവായിട്ട് നടക്കുന്നത് എന്തൊക്കെയോ കാണിക്കുകയാണ്. അതായത് ഇവർ നോർമലല്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം 15 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന മമതാ ബാനർജി അല്ല, 15 വയസ്സ് കൂടി, അങ്ങനെയുണ്ട്. ഇപ്പോൾ 70 വയസ്സിലെത്തി നിൽക്കുക മമതാ ബാനർജി. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ വട്ടങ്ങ് മൂക്കും. കാരണം ഇപ്പോൾ അത് ഇനിയിപ്പോൾ തോറ്റു കഴിഞ്ഞാലും അവർ പറയും, ഡൊണാൾഡ് ട്രംപ് കാണിച്ച പോലെ തന്നെ പറയും. ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനോട് തോറ്റ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാൻ തോറ്റിട്ടില്ല, ഞാൻ തോൽവി അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസിൽ നിന്ന് അവസാനം പോലീസ് വന്ന് ഇറക്കുമെന്ന് എഴുതിയപ്പോഴാണ് പുള്ളി ഇറങ്ങിപ്പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങത്തില്ലായിരുന്നു. തെരുവിൽ കലാപം, അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കളങ്കമായിട്ടാണ് അതിനെ കാണുന്നത്. ഇത് തന്നെ ആയിരിക്കും വീണ്ടും അവരെ അയാൾ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. അതെ, അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു, അത് സംഭവം ശരിയാണ്. അത് കാരണം ജോ ബൈഡൻ വളരെ വീക്കായി പോയി. പിന്നെ അതേപോലെ തന്നെ ബാക്കി കൊണ്ടുവന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ കമലാ ഹാരിസ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ അവർക്കൊന്നും പെർഫോം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കുക എന്നുള്ളത് അവരെ ലക്ഷ്യമായിരുന്നതും ബംഗാൾ ദേശീയത ഉയർത്തിക്കൊണ്ട് ഇവിടെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കും, ഇവിടെ ഹിന്ദി കൾച്ചർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രാദേശിക വികാരം കത്തിക്കാൻ തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായി ദ്രാവിഡ കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ തന്ത്രം വരെ മമത പയറ്റി നോക്കി. പക്ഷേ ഞാൻ ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുക തന്നെയാണ്. അവിടെ ബി.ജെ.പി അധികാരത്തിലെത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും മമതയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന സുവേന്ദു അധികാരിയെയാണ് അവർ 5 വർഷം മുമ്പേ അവരെ കൂടെ കൂട്ടി അന്ന് CM കാൻഡിഡേറ്റായിട്ട് ഉയർത്തി കാണിച്ചു. സുവേന്ദു അധികാരിയെ കൊണ്ടുവന്നു. അഭിഷേക് ബാനർജിയെ വളർത്തിക്കൊണ്ടുകൊണ്ടാണ് സുവേന്ദു അധികാരി പോയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ ഇപ്പോൾ വോട്ടിംഗ് ശതമാനം ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് നടന്നിരിക്കുന്നത്. ഈ പോളിംഗ് നടന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം കൂടെ പരിശോധിക്കണം സിബി. ഈ പോളിംഗ് നടന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ബംഗ്ലാദേശികളായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് റേഷൻ കാർഡ് നൽകുകയും അവർക്ക് സർക്കാരിൻ്റെ വകയായിട്ട് വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്ത പരിപാടി രാജ്യവിരുദ്ധ കുറ്റം ആണ് മമത ചെയ്തിട്ടുള്ളത്. അവരാണ് മമതയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നത്. അത് അത്യാവശ്യമല്ല SIR ക്ലിയർ ആയിപ്പോയി സംഭവം. അതിനെല്ലാം ഹിന്ദുക്കളുടെ വോട്ട് മാത്രമല്ല മറ്റേത് പോയിട്ടുണ്ട്. കാരണം ഹിന്ദുക്കളുടെ വോട്ടും കട്ടായിട്ടുണ്ടാവും. അത് ആ സമയത്ത് ചെയ്യാത്തവരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാലങ്ങളായിട്ട് അവിടുന്ന് പലായനം ചെയ്യാൻ മനുഷ്യരുണ്ടെന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസ് വന്നപ്പം റോട്ടിൽ കൂടെ നടക്കുമ്പോൾ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയ പിടിച്ച് 2 അടി എടുത്തിട്ട് വിടും. ലോക്കൽ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് നിരത്തിട്ടേ ഓട്ടും. ഏരിയ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ കയ്യോ കാലോ തല്ലി ഓടിക്കും. ജില്ലാ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് വെന്റിലേറ്ററിലാക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ അങ്ങനെ നിങ്ങൾ നേതാക്കന്മാരെ മുന്നേ MLA-മാരെ ആരെയും കിട്ടിക്കഴിഞ്ഞാൽ കൊന്നുകളയും. ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ നാട്ടിൽ നിൽക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ മര്യാദയ്ക്ക് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പോകാൻ പറ്റുന്നത്. അത് മാത്രമല്ല പല ബംഗാളി റെസ്റ്റോറൻറ്റുകൾ പോലും ഇഷ്ടം പോലെ തുടങ്ങി. വേണ്ടാന്നേ, ഇപ്പോൾ എറണാകുളത്തൊക്കെ എത്തിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? കൊച്ചിയിൽ ഞാൻ സ്ഥിരമായിട്ട് മുടി വെട്ടാൻ പോകുന്നത് എയർ കണ്ടീഷനൊക്കെ ചെയ്ത സലൂണാണ്. അത് നടത്തിക്കുന്നത് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ബംഗാളികളാണ്, ഓണർമാരവരാ. പല ഹോട്ടലുകളുടെ ഓണർമാർ ബംഗാളികളാണ്. അവരിവിടുന്ന് പോകുന്നത് ഫ്ലൈറ്റിലാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയേക്കുന്നത്. ഇവരടുത്ത് പൈസ ഉണ്ടായിരുന്നു, ഇത്രയും കാലം നാട്ടിൽ പോകാൻ വയ്യ. ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റിയത് ഇപ്പോൾ ഇവർ EVM മെഷീനിൽ തട്ടിപ്പുണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരും. തോൽവിയുടെ ഭയം കൊണ്ടാണ് അവിടെ കാവലിരിക്കണം എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം മമതയുടെ നാടകങ്ങളുണ്ടായത്. തട്ടിപ്പ് നടത്താനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബി.ജെ.പിക്ക്
പിന്നെ നല്ല അത്യാവശ്യം നേട്ടം ഒരു അവർ ഭരണത്തിലെത്തിക്കുകയാണെങ്കിൽ തട്ടിപ്പ് നടത്തി എന്ന് പറയാം. 10-15 സീറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ EVM മെഷീനിൽ തട്ടിപ്പ് നടത്തിയിട്ട് ആണെന്ന് ആർക്കും ആരോപിക്കാൻ പറ്റത്തില്ല. ഇടതു മുന്നണിയോ ഐക്യ ജനാധിപത്യ മുന്നണിയോ അധികാരത്തിലേറിയാൽ കേരളത്തിൽ എന്തത് നടത്തിക്കൂടെ എന്നാൽ ഒരു 4-5 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിൽ അത് നടത്തിക്കൂടെ അവർക്ക്? അവർ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ വന്ന മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിലൊക്കെ EVM മെഷീനിൽ തട്ടിപ്പ് നടത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ലോജിക്കലല്ല. നമ്മൾ ഇവിടെ നിന്ന് അവിടുത്തെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ഥിതി അറിയത്തില്ല. അപ്പം നമ്മൾ മലയാളികൾ അവിടുത്തെ കാര്യം പറയുമ്പോൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത് പോലെ ഇനിയിപ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സത്യം എന്ന് കരുതും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കിംവദന്തികൾ നടക്കുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി വരുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കർണാടകയിൽ 2022 ഇവർ സിദ്ധരാമയ്യ വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എവിടെയും ചെയ്യാൻ പറ്റുന്നതല്ലേ? ഭഗവന്ത് സിംഗ് മാൻ പിന്നെ ഇവിടെ പഞ്ചാബിൽ വരുമായിരുന്നോ? അത് ശിരോമണി പഞ്ചാബിൽ ഇപ്പൊ തന്നെ അട്ടിമറി നടക്കും. ഏകദേശം രാജ്യസഭയിൽ നിന്ന് ആൾക്കാരെ മുഴുവൻ രാഘവ് ചദ്ദയും സന്ദീപ് പട്ടക്കൂടൊക്കെ ചേർന്ന് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കും. രാഘവ് ചദ്ദ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പിന്നെ ശിവസേനയിൽ നിന്ന് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെ സിംഹഭാഗത്തെ അടർത്തിയെടുത്തതുപോലെ അന്തരിച്ച അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ശരത് പവാറിന്റെ NCPയുടെ മുഖ്യ പങ്കും അടർത്തിയെടുത്തതുപോലെ ഈ AAPM കൊണ്ട് നേരെ പിന്നെ ഇയാള് അങ്ങോട്ടങ്ങ് ബംഗാളിലേക്ക് തന്നെ വരാം. ബംഗാളിലേക്ക് വരുമ്പോൾ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തന രംഗത്തിറങ്ങി. മറ്റേത് അവർക്ക് വോട്ട് വയ്ക്കാൻ തെരുവിലിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. അവിടെ കാരണം മാഫിയ രാജ്യം ഗുണ്ടാരാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം കേന്ദ്രസേനയെ ഇറക്കി എന്നുള്ളതാണ് പറയുന്നത്. കേന്ദ്രസേന അല്ലാതെ സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മീനാക്ഷി മുഖർജി ഉൾപ്പെടെയുള്ള യുവമുഖങ്ങൾക്ക് ഇത്രയും ഇപ്പം അവിടുത്തെ പ്രചാരണത്തിൻ്റെ വലിയ ആഘോഷങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വരെ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. പിന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഈ CPM-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ പിന്നെ പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റിയ സ്ഥിതി അത് 2021 ഉണ്ടായിരുന്നില്ല, 2016 ഉണ്ടായിരുന്നില്ല. 2011 ഇവർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ ഇറങ്ങാൻ പറ്റിയ സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയ കൂടെ പ്രചരണത്തിന് ആളില്ലായിരുന്നു. സ്ഥാനാർത്ഥിക്ക് പോയാൽ പോലും സ്ഥാനാർത്ഥിയുടെ വണ്ടി തടഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം, ആക്രമിച്ച സംഭവങ്ങൾ നമുക്കറിയാം. പിന്നെ സ്ഥാനാർത്ഥിയുടെ കൂടെ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ വന്നൊരു പൊറോട്ട അടിക്കാൻ പറ്റത്തില്ല, അതിനുള്ള ഒഴിവൊന്നും കൂടിയില്ല. അപ്പം ഇവിടെ കാരണം അല്ലെങ്കിൽ പിന്നെ മലയാളികൾ മുഴുവൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതാവണം. അപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വസ്ഥമായി പ്രചാരണത്തിന് ഇറങ്ങാൻ ഇടതു മുന്നണിക്കും പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കുമൊക്കെ അവരുടെ പ്രവർത്തകർക്കും രംഗത്തിറങ്ങാൻ കഴിഞ്ഞത് അവിടെ കേന്ദ്രസേന ഇറങ്ങിയതുകൊണ്ടാണ്. കേന്ദ്രസേന ജനാധിപത്യത്തിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ കേന്ദ്രസേന പിന്നെ ഇവർ തൃണമൂലിൻ്റെ നേതാവാണോ CPM-ൻ്റെ നേതാവാണോ BJP-യുടെ നേതാവാണോ നോക്കത്തില്ല. കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ നേരെ ചൂണ്ട് തന്നെ ചെയ്യും. ഷൂട്ട് ആൻഡ് സൈറ്റിലേക്കും സൈറ്റിലേക്കും പോകുക. ഞാൻ ഈ CPM ഇപ്രാവശ്യം അവിടെ നില മെച്ചപ്പെടുത്തുന്നതായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് യുവ നേതാക്കന്മാർ CPM-ൽ നിന്ന് മത്സരിക്കുന്ന നല്ല തന്നെ യുവ നേതാക്കന്മാരാണ്. ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ജനങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ള ചില നേതാക്കന്മാർ ഇപ്പോൾ DYFI-യിൽ നിന്നൊക്കെ അവിടെ ഉയർന്നു വരികയും അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല അതെ, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. മീനാക്ഷി മുഖർജി ഉൾപ്പെടെയുള്ള പിന്നെ ഒരുപാട് പേര് പിന്നെ യുവരക്തങ്ങളെ അവർ രംഗത്തിറക്കിയിട്ടുണ്ട്. അവർ നല്ല ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പരിപൂർണമായും വോട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാലങ്ങളോളം ബംഗാളിൽ പിറന്ന നാട്ടിലോട്ട് പോകാതെ കേരളത്തിൽ ഉൾപ്പെടെ താമസിച്ചിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ബംഗാളികൾ മുഴുവൻ ഈ തവണ കൂട്ടത്തോടെ സിവിക്കറിയാലും ഇപ്പോൾ ഇവിടെ പല ഹോട്ടലുകളും അടച്ചു കൂട്ടിയിരിക്കുന്ന പല സ്ഥാപനങ്ങളിലും ആൾക്കാരില്ല. ഞാൻ പറഞ്ഞത് ഇവരെല്ലാം വോട്ട് ചെയ്യാൻ പോയി. ഇവരെല്ലാം മമതയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഗുണ്ടായസത്തെ പേടിച്ചിട്ടാണ് ഇക്കാലം വരെ വോട്ട് ചെയ്യാൻ പോകാതിരുന്നത്. ഇവരൊക്കെ പിറന്ന നാട്ടിലോട്ട് പോകാതിരുന്നത് എനിക്ക് ഈ ചെറിയ തട്ടുകൾ നടത്തുന്ന ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അവർ പറയുന്നു പിന്നെ ഉദർ ബഹുത് മുഷ്കിലെ, അതുകൊണ്ടാണ് ഗാവമേ ജാത്താനയി എന്ന് പറയും. അവര് വർഷങ്ങളായിട്ട് പോകുന്നില്ല, അവർക്ക് പേടിയാണ്, ചെന്നാൽ അടി കിട്ടും. പണ്ടുപോമാർ അവിടെ ചെയ്ത് കൂട്ടേന്റെയാണ്. ഇല്ല, ഞാൻ കാര്യം ചോട്ടെ, ഇതിനകത്ത് ഇപ്പോൾ CPM-ൽ നിന്നാണ് TMC-യിലേക്ക് വോട്ട് ഷിഫ്റ്റ് ഉണ്ടായത്. അത് 15 വർഷങ്ങൾക്ക് മുമ്പ്. ഞാനപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ TMC-യിൽ നിന്ന് വീണ്ടും തിരിച്ച് CPM-ലേക്ക് ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാവുമോ അതോ BJP-യിലേക്ക് ആക്കിയോ? അത് BJP-യിലേക്ക് പോകാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ജയിക്കാനുള്ള സാധ്യത? TMC വിരുദ്ധതയും മമതാ ബാനർജിയുടെ പിന്നെ TMC-യുടെ ഒരു ഗുണ്ടായുസത്തോടുള്ള പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായും വോട്ട് വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM-നോട് സ്നേഹമുള്ള ആൾക്കാർ, പഴയ സഖാക്കളായിട്ടുള്ള ആൾക്കാർ, ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നവർ നാട്ടിലേക്ക് എല്ലാവരും ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയത് കേന്ദ്രസേനയുണ്ട് എന്ന ധൈര്യത്തിലാണ്. വോട്ട് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ, ഇപ്രാവശ്യം പോയിട്ടില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെയുള്ളൊരു ഭീതിയും എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ
കാക്കനാട് ചെരുപ്പ് കുത്താനിരിക്കുന്ന എൻ്റെ ഷൂ കഴിഞ്ഞ ദിവസം അതിൻ്റെ സോള് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പിന്നെ ഞാൻ വോട്ട് ചെയ്യാൻ ഊരിൽ പോകണം, ഊരിൽ പോയിട്ട് വന്നിട്ട്, കാരണം പുള്ളിയൊന്നും വോട്ട് ചെയ്യാൻ പോകാത്ത ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ ഇത് പൗരത്വം പോകുന്നുള്ള പേടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ മുഴുവൻ വോട്ട് ചെയ്യാൻ പോയി. ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കി വെച്ചത് നന്നായി. കാരണം ജനാധിപത്യ അവകാശം കൃത്യമായിട്ട് എല്ലാവരെയും വിനിയോഗിക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ അക്ഷരം പഠിപ്പിച്ചിട്ട് മാത്രം സാക്ഷരരായിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വരുമെന്നുള്ള ഭീതി ആരെയും പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുമൊന്നുമില്ല. പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങ് ഒഴിവാക്കി കിട്ടിയ ഭാഗ്യമെന്ന് എഴുതിയിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. കാരണം അഥവാ വല്ലതും വിട്ടു വല്ല കാനഡയിലോ അമേരിക്കയിലോ വിടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് പിന്നെ പിന്നെ നിങ്ങളെ നശിച്ച ഇന്ത്യയിലോട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കും കയറി പോലെ ബൈ ബൈ ടാറ്റ എന്ന് പറഞ്ഞിട്ട് പോകാമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയില്ല. അഥവാ ഒഴിവാക്കി കിട്ടിയാൽ പിന്നെ ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് വല്ല സ്കോച്ച് മേടിച്ചിട്ട് ഇരിക്കാമല്ലോ എന്ന് എഴുതി. അപ്പൊ ഇത് സ്ഥിതി എന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇവരെല്ലാം അവരുടെ നാട്ടിലെ രാഷ്ട്രീയത്തെ കൃത്യമായി വീക്ഷിക്കുന്നവരാ. കാരണം അവരെല്ലാം അവിടെ പാർട്ടി പ്രവർത്തകരായിരുന്നവരാ. അവർ നോക്കുമ്പം പിന്നെ സാധ്യത CPM-ന് ആ മണ്ഡലങ്ങളിൽ ഇല്ലാത്തപ്പം അവരുടെ വോട്ട് അവർ മമതയെ തോപ്പിക്കുക എന്നുള്ള, മമതയാണ് ശത്രു, BJP-യോട് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ BJP-ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാരണം പേടിക്കാതെ പ്രചാരണം നടത്താൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് പിന്നെ കേന്ദ്രസേനയുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ട് നടന്നിട്ടുമുണ്ട്. പിന്നെ ആരോപണങ്ങളൊക്കെ തോറ്റു കഴിഞ്ഞാൽ പലതും പറയാം, അതൊക്കെ ആർക്കും പറയാം. അത് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക, പിന്നെ മെഷീൻ ചതിച്ചു എന്നൊക്കെ പറയാം. അപ്പം പിന്നെ മെഷീനെതിരെ മുദ്രാവാക്യം നടത്താം, മെഷീനെതിരെ സമരം നടത്താം, മെഷീൻ തെരുവിലിട്ട് കത്തിക്കാം, പ്രതികാരമായിട്ട് അതൊക്കെ പറയാം. പക്ഷേ പണ്ടിവിടെ നമ്മളെ കേരളത്തിൽ സമരം നടന്നപ്പോൾ പാവം പറശ്ശിനിക്കടവിലെ പാമ്പുകളെ തീ വെച്ച് കൊന്ന് ഇല്ലേ ഇവിടുത്തെ CPM-ൻ്റെ ആൾക്കാർ ചെയ്തിട്ടില്ലേ പാമ്പുകളോട്. MP രാഘവനോട് ദേഷ്യമോ? അപ്പോൾ MP രാഘവൻ പറശ്ശിനിക്കടവിലെ പിന്നെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന MP രാഘവനാന്ന് പറഞ്ഞ് മൂർഖനെ കണ്ടാലും ചേരയെ കണ്ടാലും ആളിനെ കണ്ടാലും എല്ലാം അതിനെല്ലാം കൊല്ലുക, തീ വെച്ച് കൊല്ലുക. അപ്പോൾ ഈ പാമ്പുകൾ MP രാഘവന് പാമ്പുകൾ വോട്ട് ചെയ്തിട്ടല്ലോ പിന്നെ MP രാഘവൻ്റെ ഈ പാമ്പുകൾക്കൊന്നും CMP-യിൽ മെമ്പർഷിപ്പും ഇല്ല. ആ ബോധമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ EVM മെഷീൻ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയും, ശിവൻകുട്ടി മാമൻ കമ്പ്യൂട്ടർ പൊട്ടിച്ചെറിഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതിഷേധങ്ങൾ നടന്നൊന്നുമില്ല, അതൊക്കെ വരട്ടെ. പക്ഷെ എന്തായിരുന്നാലും പിന്നെ ഇവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു സ്ഥിതി ഇതാണ്. അതോടുകൂടി മമതയുടെ വട്ടുമൂക്കും, അഹങ്കാരം കുറയും മമതയുടെ. മമത ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ BJP വിരുദ്ധ മുന്നണിയുടെ എല്ലാ കാലത്തും തലവേദനയായി നിന്നതാരാ? മമതാ ബാനർജിയാണ്. ഈ മമതാ ബാനർജി എപ്പോഴും സ്വാർത്ഥത വെച്ച് നിന്നിട്ടുള്ളതാണ്. AB വാജ്പേയിയുടെ BJP മന്ത്രിസഭയ്ക്കകത്ത് റെയിൽവേ മന്ത്രിയായിരുന്ന ആളാണ് മമതാ ബാനർജി. അപ്പോൾ വലിയ സംഘപരിവാർ വിരുദ്ധതയും BJP വിരുദ്ധതയൊന്നും മമതാ ബാനർജിക്കില്ല. സ്വന്തം കാര്യം സിന്ദാബാദ്, എനിക്ക് ശേഷം എൻ്റെ മരുമകൻ അഭിഷേക് ബാനർജി, അതുകൊണ്ടാണല്ലോ സുവേന്ദു അധികാരി വിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു താൻ പ്രമാണിത്വം വെച്ച് സൂക്ഷിക്കുന്ന, അത് പൊതുവെ എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ അവിവാഹിതരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒത്തിരി പേര് നരേന്ദ്രമോദിയുടെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്ന് പറയാം, പോട്ടെ, രാഷ്ട്രീയത്തിൽ ഒരുപാട് പേരങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എടുത്തു നോക്കേണ്ടത് ഇപ്പോൾ പല ആൾക്കാരെ എടുത്തു നോക്കുമ്പോഴും വാജ്പേയി അവിവാഹിതനായിരുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചാൽ. പക്ഷേ ഞാൻ ഒരിക്കലും ജെൻഡർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് പറയുകയല്ല. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പിന്നെ ലിംഗപരമായ ഒരു വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ അധിക്ഷേപിക്കുകയുമല്ല. പക്ഷെ അവിവാഹിതരായ സ്ത്രീകൾ വരുന്നവരെല്ലാം ഒരു ക്യാരക്ടർ ശ്രദ്ധിച്ചു നോക്കണം. മായാവതി ഒന്ന് ഉത്തർപ്രദേശിൽ, ജയലളിത, പിന്നെ ഇപ്പം ഇവരാണെങ്കിൽ ഉമാഭാരതി പിന്നെ അവസാന കാലത്ത് മറ്റേ ഗോവിന്ദാചാര്യയായിട്ട് പിന്നെ ഡിങ്കോൾഫി ആയി, അത് വേറെ കാര്യം. പക്ഷേ ഈ വരുന്നവരുടെ എല്ലാ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അറഗൻ്റ് ആയിരിക്കും ഇവരുടെ. അത് എന്തെങ്കിലും ഫ്രസ്ട്രേഷനാണ്, എന്താ പ്രശ്നം എന്നുള്ളത് അറിയത്തില്ല. ഇവർക്ക് സമൂഹത്തോട് മുഴുവൻ ഇവർക്ക് താൻ പ്രമാണിത്വം വല്ലാതെ ഉണ്ടാവും ഇവരെ സംബന്ധിച്ചിടത്തോളം. ഈ സാധനം മമതാ ബാനർജിക്കുണ്ട്. അപ്പം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇനി സറണ്ടർ ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിലും സറണ്ടർ ചെയ്യുകയും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ BJP വിരുദ്ധ മുന്നണി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതോടെ, മമതയ്ക്ക് അധികാരം നഷ്ടപ്പെടുന്നതോടെ രാജ്യത്ത് മൊത്തത്തിൽ BJP വിരുദ്ധ മുന്നണി ശക്തി ആർജിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല മമതാ ബാനർജി അവിടെ ബാക്കിയുള്ളിടത്തൊക്കെ സഖ്യമാവാം, ബംഗാളിൽ കോൺഗ്രസുമായിട്ട് സഖ്യത്തിലില്ല, ബംഗാളിൽ CPM-ആയിട്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. BJP വിരുദ്ധ മുന്നണി എന്ന രീതിയിൽ അവിടെ വിപുലീകരിക്കാൻ ശ്രമിച്ചപ്പം ഇനി മമത പറയും ആരുമായിട്ടും സഖ്യത്തിലാവാം എന്നുള്ളത് പറയും. അപ്പം പിന്നെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷനുള്ളത് 2027 ഇനിയിപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്.
അവിടെ ഇവർ രാഷ്ട്രപതി കാൻഡിഡേറ്റ് ആയിട്ട് ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ ചേരിയുടെ ഭാഗമായിട്ട് വരും. കാരണം പാർലമെന്റിൽ പണ്ടുള്ള മെജോറിറ്റി ഇപ്പോൾ ഇപ്രാവശ്യം BJPക്ക് ഇല്ല. അപ്പുറത്തുനിന്ന് എന്തെങ്കിലും ക്രോസ് വോട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ ഒരു സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് പരീക്ഷ നടത്താൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അവരെ പിന്നെ അവർക്ക് മുമ്പിൽ ഇവർ വെക്കുന്നൊരു ഓഫർ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റാലിനെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തി കാണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ. അതിൽ ഇന്ന് ഇന്ത്യ സെക്രട്ടറി ഉയർത്തി കാണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അത് ഇലക്ഷൻ ശേഷം വരുള്ളൂ, ആദ്യം ഉയർത്തി കാണിക്കില്ല. അത് കഴിയുമ്പോൾ DMK ഇത്തവണ വീണ്ടും അധികാരത്തിൽ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 2029 പ്രതിപക്ഷ ചേരിയുടെ തലപ്പത്തേക്ക് സ്റ്റാലിൻ വരും. പണ്ട് ചന്ദ്രബാബു നായിഡു ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള, ദേവഗൗഡയൊക്കെ അങ്ങനെ വന്നതാ. പിന്നെ ദേവഗൗഡയൊക്കെ ഭരണത്തിലിരിക്കുമ്പോൾ പിന്നെ ആ സഖ്യത്തിന്റെ കൺവീനർ ചന്ദ്രബാബു നായിഡു ആയിരുന്നു. അപ്പം സുർജിത്തും ജ്യോതിബസും ഒക്കെ ഉണ്ടാകുമ്പോഴും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നൊരു സാധനം, ഇവര് ഇങ്ങനൊരു ചേരി ഉണ്ടാക്കിയെടുക്കും. ആ ചേരിയിൽ PM കാൻഡിഡേറ്റ് ആയിട്ട് അവസാന ഘട്ടത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയ അരവിന്ദ് കെജ്രിവാളിന് ആഗ്രഹം ഉണ്ടായിരുന്ന, മമതയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന, പക്ഷെ അവരുടെ ബാർഗനിങ് കപ്പാസിറ്റി കുറയും. പിന്നെ മമതയെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ഇത്തവണ തന്നെ ജയിച്ചു കഴിഞ്ഞിരുന്നാൽ മമത എല്ലായിരുന്നു അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രി ആക്കുമായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. മമത മുമ്പിൽ നിന്ന് നയിച്ചു എന്നേ ഉള്ളൂ. നേരെ ജയിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രി ആക്കുമായിരുന്നു. മമതയുടെ മുമ്പിൽ ഇനിയിപ്പോൾ ഉള്ളത് അഭിഷേക് ബാനർജിയെ നല്ലൊരു ക്യാബിനറ്റ് പോസ്റ്റിൽ കേന്ദ്രത്തിൽ കൊണ്ടുപോയിരുത്താൻ പറ്റുമെന്നുള്ളതാണ് നോക്കുക. BJP ഇനിയിപ്പോൾ എന്തായാലും അവരെ അടുപ്പിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഭഗവന്ത് സിംഗ് മാനും AAP തകർന്നു. അപ്പം പിന്നെ അരവിന്ദ് കെജ്രിവാളിനും PM ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇനി CM പോലും ആകാൻ പോകുന്നില്ല. പിന്നെ VRS എടുത്ത അവധോ ഇല്ലെങ്കിൽ റവന്യൂ സർവീസിൽ നല്ല പോസ്റ്റിൽ റിട്ടയർ ചെയ്യായിരുന്നു. പിന്നെയുള്ളത് ചന്ദ്രബാബു നായിഡു അപ്പുറത്താണ്. ജഗൻമോഹൻ റെഡ്ഡിയെ ഒരുപക്ഷെ ഇവർ കൂടെ കൂട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും YS രാജശേഖർ റെഡ്ഡിയുടെ മകനാണല്ലോ. ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം BJPയും ചന്ദ്രബാബു നായിഡുവും കൂടെ ഒരുമിച്ച് ഭരണം നടത്തുമ്പോൾ അവരുമായിട്ട് എന്തായാലും അലയൻസിന് സാധ്യതയില്ല. നാളെ ഒരിക്കൽ ആന്ധ്ര തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആന്ധ്ര തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കണം. അപ്പോൾ കോൺഗ്രസും എല്ലാം കൂടെ കൂടിയിട്ട്, അതുമല്ല ജഗന്റെ പെങ്ങള് ഇപ്പുറത്ത് തെലങ്കാനയുടെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെ വരുന്നു. പിന്നെ രേവന്ത് റെഡ്ഡി അവിടെ ഉണ്ടെങ്കിലും ചന്ദ്രശേഖർ റാവുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചു വരാൻ അസാധ്യമാണെന്നുള്ളത് അറിയാം. കവിതയെ എവിടെയെങ്കിലും കൊണ്ടേ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇനിയിപ്പോൾ ചന്ദ്രശേഖർ റാവുവിൻ്റെ ആഗ്രഹം. ഇപ്പം അഭിഷേക് ബാനർജിയുടെ കാര്യം പറഞ്ഞ പോലെ ചന്ദ്രശേഖർ റാവു ഇവരുടെ കൂടെ കൂടാൻ സഹകരിക്കാൻ തയ്യാറാവുന്നൊരു സ്ഥിതിയിലേക്ക് നിർബന്ധിതനാവും. കാരണം അവിടെ BJP ശക്തി ആർജിച്ചു വരും. അപ്പം അങ്ങനെ വരുമ്പം കോൺഗ്രസുമായിട്ട് ധാരണയിൽ പോകാം എന്നുള്ളത് തീരുമാനിക്കും ഈ പിന്നെ ഇന്ത്യ സഖ്യമായിട്ടും. അതേപോലെ തന്നെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നവീൻ പട്നായിക്കിൻ്റെ അവസ്ഥയും കഞ്ഞുകൂടി മുട്ടി നിൽക്കുക. ആരോഗ്യം വളരെ വീക്കാണ്. നവീൻ പട്നായിക്കിന് ആരോഗ്യം വീക്കാണെങ്കിലും നവീൻ പട്നായിക്കിന്റെ ഒരു സ്വന്തമായിട്ടൊരു വിങ്ങൊക്കെ അവിടെ ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, കഴിഞ്ഞു. എന്നാലും ഉണ്ട് കുറച്ച് പേര്. ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ BJP അവരെ കൂടെ നിന്ന് കാലിച്ചോട്ടി എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയി എന്നുള്ളത് അറിയാം. ഉള്ളവർ ഇപ്പുറത്തോട്ട് വരുന്നൊരു സ്ഥിതി ഉണ്ടാവും. പിന്നെ ഉള്ളത് അകാലിദൾ ഗ്രൂപ്പുകളെ ഒരു പക്ഷേ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അലയൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തനിച്ച് നിൽക്കാൻ പറ്റുമല്ലോ. കോൺഗ്രസിന് തനിച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം AAPയുടെ തകർച്ചയോടുകൂടി അവിടെ കോൺഗ്രസിന് തനിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. ഇല്ല, അവിടെ അമരീന്ദർ സിംഗ് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ധു പോയി. കാരണം അവിടെ കോൺഗ്രസ് എടുത്തിട്ടുള്ള വിഡ്ഢിത്തം നിറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ തീരുമാനങ്ങളാണ് കോൺഗ്രസിനെ നശിപ്പിച്ചത്. അവിടെ BJP സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. BJP എപ്പോഴും സിഖ് രാഷ്ട്രീയത്തിനകത്തും BJPക്ക് ഇടം കണ്ടെത്താൻ കഴിയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ, ബീഹാറിലെ കിഷൻഗഞ്ച് ഉൾപ്പെടെയുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ BJPക്ക് ഇടം കണ്ടെത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പല കേന്ദ്രങ്ങളിലും അവർ കടന്നു കയറുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ വരെ അവർക്ക് ശക്തമായ സാന്നിധ്യമായിട്ട് മാറാൻ കഴിയുന്നൊരു സമയത്ത് അവർക്കിത് അസാധ്യമൊന്നുമല്ല. സിഖ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് പറ്റുന്ന തലോടാവുന്ന ഒരു സമീപനമൊക്കെ അവർ വേണമെങ്കിൽ സ്വീകരിക്കും. വേണ്ട, അമരീന്ദർ സിംഗിനെ അവർ അടുത്ത വർഷം പിന്നെ ഉപരാഷ്ട്രപതിയായിട്ട് അമരീന്ദർ സിംഗിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ആരോഗ്യം മോശമായാലും ഒരു വർഷം കഴിയുമ്പോൾ ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ആളെ കൊണ്ടുവരാലോ, ഇവരാളെ കൊണ്ടുവരാലോ. അപ്പോൾ പിന്നെ ഇവർക്ക് അങ്ങനെ ആലോചിച്ചൂടെ? അപ്പം ഇതിനകത്ത് വല്ലാത്ത ഐഡന്റിറ്റി ക്രൈസിസിനെ ഫേസ് ചെയ്യുന്ന പാർട്ടികളാണ് AAP, NCP, ഇങ്ങനെയുള്ള ഒരുപാട് പേര്, ചന്ദ്രശേഖർ റാവു, ജഗൻമോഹൻ റെഡ്ഡി. ഈ അസ്തിത്വ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നവരെല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പിന്നെ ഇടതുമുന്നണി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ചേരുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അഥവാ അവർക്ക് 2029 ഭരണം കിട്ടിയാൽ പിന്നെ സ്റ്റാലിനെ PM ആയിട്ട് മാറ്റും. സ്റ്റാലിൻ ഇത്തവണ വീണ്ടും ജയിച്ചാലും കേട്ടോ, ഇല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ശക്തി ക്ഷയിക്കും. അങ്ങനെ വന്നാൽ പിന്നെ രാഹുൽ ഗാന്ധി തന്നെയാണ് ഓപ്ഷൻ. ആ നേതൃത്വത്തെ അംഗീകരിക്കാൻ മമത ഉൾപ്പെടെയുള്ളവർ തയ്യാറാവേണ്ടി വരും. കാരണം മമതയ്ക്കൊന്നും ഇന്ത്യൻ രംഗത്തിന് ബാല്യമില്ല, ശരത് പവാറിന് ഇന്ത്യൻ രംഗത്തിന് ബാല്യമില്ല. അവരുടെ എല്ലാം പ്രായം വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. നവീൻ പട്നായിക്കിന് അതിന് പറ്റുന്ന ശേഷിയില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കക്ഷികളെല്ലാം പിന്നെ ഒന്നുകിൽ
സ്റ്റാലിൻ ശക്തരായിട്ട് നിന്നാൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാലിൻ്റെ അതായത് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ, അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാലിൻ മുന്നണിക്കകത്ത് തമിഴ്നാട്ടിൽ അങ്ങേയറ്റം മര്യാദ കാണിച്ചിട്ടുള്ള മാന്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതായത് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് ഏൽക്കുന്ന തിരിച്ചടി പ്രത്യക്ഷത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് ദേശീയ തലത്തിൽ സാധ്യതകളുടെ വാതിൽ തുറന്നിടുകയായിരിക്കും ചെയ്യുക എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ.